ഹായ്, ഇന്ന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ. എഗ്ഗ് റോള്, എഗ്ഗ് മസാലയാക്കിയിട്ട് അതുള്ളിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ മസാല റെഡിയാക്കണം. അതിന് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ചതിൽ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് സവാള, അതായത് കുഞ്ഞു കുഞ്ഞാക്കി നുറുക്കി സവാള ഇട്ട് കൊടുക്കാം. ഇതിന് മസാലയ്ക്ക് നമുക്ക് വേണ്ടത് ചെറുതായി നുറുക്കി വെച്ച സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ്. പിന്നെ എഗ്ഗ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞാക്കി നുറുക്കിയ സവാള ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേഗം സവാള ഒന്ന് വാടിക്കിട്ടും കേട്ടോ. നല്ലപോലെ വാടിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി മിക്സ് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിക്ക് കുറച്ച് മതി കേട്ടോ, ഒരു ഹാഫ് പോർഷൻ മതി. പിന്നെ സവാളയുടെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത്ര എടുത്താൽ തന്നെ 1-2 സവാള എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് നല്ല വാടി വരുമ്പോൾ അതിലേക്ക് പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്ര മാത്രം മതി. അങ്ങനെ നമുക്ക് പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഇട്ടതുകൊണ്ട് പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊടികൾ വേണ്ടത് കേട്ടോ. അപ്പോൾ പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ കൂടുതൽ ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ 1-2 സ്പൂൺ വെച്ചിട്ട് ഇടുന്നുള്ളൂ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എരിവുണ്ടാവും. പിന്നെ മുളക് പൊടി ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇടാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്ര പൊടികൾ ഇട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനൊരു 2-3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് ചിക്കി എടുക്കുക കേട്ടോ. ഈ മസാലയിൽ തന്നെ നമുക്ക് എഗ്ഗിന് പകരം ചിക്കൻ വെച്ചിട്ട് ചിക്കൻ റോൾ പോലെ ഉണ്ടാക്കാം. നമുക്കിഷ്ടപ്പെട്ട മീറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അത് സമൂസ ഷീറ്റ് എടുത്തിട്ട് അത് നേരെ 2 പീസാക്കി വെക്കണം കേട്ടോ. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ചിട്ട് പിന്നെ അതൊന്ന് ഒട്ടിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി കലക്കി വെക്കണേ. അതിനുശേഷം അതിലേക്ക് നമ്മൾ കൂട്ടി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. 2 സൈഡൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. വളരെ ഈസിയാണ്. ചിലതൊക്കെ നമുക്ക് പറ്റില്ല, നടക്കില്ല എന്നൊക്കെ തോന്നും, പക്ഷെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നടക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് റോൾ ചെയ്തെടുക്കാം. കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നണതാണ്, അതത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ 2 സൈഡും പതുക്കെ ഒന്ന് മടക്കിയിട്ട് അതൊന്ന് നമ്മൾ സെൻറ്ററിൽ നിന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ച് വെച്ചാൽ മതി, അപ്പോൾ പിന്നെ വേഗം ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദമാവ് തേച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടും 2 സവാള എടുത്തിട്ട് ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ നല്ല തിളച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ച എഗ് റോൾ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്ത് 2 സൈഡും ഒരുപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് മസാല റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കെച്ചപ്പിൻ്റെ കൂടിയോ അല്ലെങ്കിൽ കുറച്ച് മയോണൈസൊക്കെ കൂട്ടി കഴിച്ച് നല്ല രസം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിച്ചാലും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റോളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്, സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഈവനിങ് ടൈമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് സമൂസേൻ്റെ ഷീറ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. 2 എഗ്ഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ വൈറ്റ് ഇതുപോലൊരു റോളൊക്കെ റെഡിയാക്കി എടുത്ത് അടിപൊളിയായിരിക്കും. പിള്ളേർക്കൊക്കെ കൊടുത്താൽ വേഗം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.